ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷറിംഗ് കപ്പിന് 5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ്. ഇത് പശുവിൻ പാലാണ്, നല്ല നെയ്യൊക്കെ കിട്ടുന്ന പാലാണ്. അപ്പം അത് 5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലെമണിൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് ഈ പാനൊന്ന് അടുപ്പത്ത് വെച്ച് ഈ പാലൊന്ന് തിളപ്പിക്കാം. അപ്പോൾ പാല് എടുത്ത് വെച്ചിട്ട് ഫ്ലെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചൂടായി വരട്ടെ. തിളച്ച് 2 പ്രാവശ്യം ഇങ്ങനെ നല്ല പോലെ തിളച്ച് പൊങ്ങി. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ചെറുനാരങ്ങ നീരിൻ്റെ ഒരു ഹാഫ് ഭാഗം നമ്മളിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം പതുക്കെ ചെറുതായിട്ടിങ്ങനെ കട്ട വരുന്ന ഇങ്ങനെ പിരിപിര വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചില്ല, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ കട്ടയായി വരുന്നുണ്ട്. ഇനി നല്ലപോലെ തിക്കാകും. ഇനി നമ്മൾക്ക് ബാക്കി മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ചെറുനാരങ്ങയുടെ മുഴുവൻ നീര് ഒഴിച്ചു കൊടുത്തു. 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം വെള്ളമെല്ലാം വിട്ട് വന്നു. ഈ വെള്ളത്തിനൊരു ക്രീമിഷ് കളറും ഉണ്ട്. ഒരു ഗ്രീൻ യെല്ലോ പോലത്തെ ഒരു കളർ വരും, കണ്ടോ? ഇത് മുഴുവനും കുറച്ച് നേരം കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇടാം. അപ്പോൾ പാലും ഈ വെള്ളവും കൂടെ നല്ലപോലെ വേർതിരിഞ്ഞ് വരും. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 2 ലെയറിലൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ സ്ട്രെയിനറായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇത് തുണി ഇങ്ങനെ വെച്ച് ഇത് നമ്മൾക്കിങ്ങനെ ഊറ്റി കൊടുക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഊറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ടാലും മതി. പിഴിഞ്ഞെടുക്കാം. ഈ താഴത്തെ വെള്ളം അങ്ങ് മാറ്റാം. പെട്ടെന്ന് തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പ്രസ് ചെയ്യുവാണ്. നല്ല പോലെ പ്രസ് ചെയ്ത് ഒരുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം. എന്നിട്ട് ഇത് വെച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് അമർത്തി നമ്മൾക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾക്കിതൊന്ന് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ വെക്കുമ്പോഴേ നല്ല ഷേപ്പിൽ തന്നെ വെക്കുവാണെങ്കിൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും. ഒന്നുകിൽ സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ട് നമ്മൾ അന്നേരെ തുണിയിലിട്ടിട്ട് സ്ക്വയർ ഷേപ്പിൽ മടക്കിയിട്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഇച്ചിരി ചുളുക്കമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ പനീർ കൊണ്ട് ഈ പനീർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ പനീർ കൊണ്ട് നമ്മൾക്ക് പനീർ വെച്ചുണ്ടാക്കുന്ന ഏത് ഡിഷും ഉണ്ടാക്കാം. മേടിക്കുന്ന പനീറിലും നല്ലതാണ്. എപ്പോഴും പനീർ ഉണ്ടാക്കുന്നതിന് മുമ്പ് പനീർ നെയ്യിലൊന്ന് വഴറ്റുന്നത് നല്ലതാണ്. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്താ നല്ലപോലെ ഒത്തിട്ടുണ്ട്.
ഈസി ആയിട്ട് തന്നെ നമുക്ക് പനീർ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾക്കിനി ഏത് ഡിഷ് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളുടെ പനീർ കൊണ്ട് എന്ത് ഡിഷ് വേണമെങ്കിലും ഈ പനീർ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ പനീർ ഉണ്ടാക്കുന്ന വിധം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.